സത്യമൊക്കെ കോടതിയിൽ ഏറ്റു പറഞ്ഞു എന്ന് കേട്ടു. ഇപ്പൊ ഞാൻ ആരായി? രണ്ടാം ഭാര്യയോ അതോ വെപ്പാട്ടിയോ? ഇനി ആരൊക്കെയാണാവോ ബന്ധു അവകാശം സ്ഥാപിച്ച് വരാൻ പോണത്? പുതിയ അവകാശികൾ വന്ന് ഭരണം തുടങ്ങണതിന്റെ മുമ്പേ ഒന്ന് പറയാൻ മനസ്സ് കാട്ടണേ. ഇറക്കി വിടും മുമ്പ് കുട്ടികളെ വിളിച്ചു പോവാനാ. അപ്പുറത്ത് സ്വസ്ഥത വേണം എനിക്ക്. ഹലോ, ഓ, എന്നെ കാണുമ്പോഴേക്ക് സ്വസ്ഥത ഇല്ലാണ്ടാവാൻ തുടങ്ങിയില്ലേ? രണ്ടാം ഭാര്യയ്ക്ക് കുട്ടികളുടെ അച്ഛന്റെ സ്വത്തിന് അവകാശം ഇല്ലാന്നറിയാം. എനിക്ക് നിങ്ങളുടെ നാഴി മണ്ണും വേണ്ട, 4 മുക്കാലും വേണ്ട. പക്ഷേ എന്റെ കുട്ടികളെ തെരുവിലാക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. മരുന്നൊഴിക്കട്ടെ അച്ഛാ? അമ്മ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. അത് കേട്ട് വിഷമിക്കണ്ട കേട്ടോ. ആരും പെരുവിടിയിലൊന്നും ആവില്ല. എന്താ കുട്ടികൾക്ക് വേണ്ടതൊക്കെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീട് വിട്ട് ഇറങ്ങേണ്ടിയും വരില്ല. ഇനിയിപ്പോ അങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും സന്തോഷമേ ഉള്ളൂ അച്ഛാ. അതെന്താ എന്റെ കുട്ടിയെ? ഇതൊരു വീടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ മോളെ? ഏയ്, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ അച്ഛാ. അച്ഛൻ കണ്ണടച്ച് കിടന്നോളൂ, ഞാനിപ്പോ വരാട്ടോ. ആരാത്? മാലു? മാലു ഒന്നുമില്ല ഇവിടെ. ഇത് ഞാനാ. മാലു പോയോ? പോയി കാണും. എന്ത് പറ്റി അച്ഛന്? എന്തിനാ കോടതിയിലല്ല എളുപ്പത്തിൽ അങ്ങ് സമ്മതിക്കാൻ പോയേ? എപ്പോഴായാലും സമ്മതിക്കേണ്ടി വരില്ലേ? ഇനിയും വേഷം കെട്ടി നിന്ന് കോടതി മുറികളിൽ വഷളാവാൻ വയ്യാത്തതുകൊണ്ട് അതങ്ങ് അവസാനിപ്പിച്ചു. അവകാശം സ്വീകരിക്കാനും അനുഭവിക്കാനും അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ. എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന്. വെറുതെ കുരുത്തക്കേടൊന്നും കാട്ടണ്ട. അവവേഗം കാട്ടാൻ എളുപ്പമാണ്. ഉപദേശം ചോദിച്ചില്ല. നാട് മുഴുവൻ സംബന്ധവും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന കാലത്ത് വേണമായിരുന്നു വിവേക ബുദ്ധി. എന്താ? 4 ആളെ വിളിച്ചു കൂട്ടി ഒരുത്തി അമ്പലം നടന്ന് താലിയും കെട്ടിയിട്ട് എന്റെ അമ്മയെ ചതിക്കായിരുന്നല്ലേ? നീ പോവാൻ. ഞാൻ പോവാം. പക്ഷെ വീതം വെക്കുമ്പോ അവൻ എത്ര എനിക്കെത്ര എന്ന് ഞാൻ പറയും. ഇനി അങ്ങോട്ട് കിടപ്പുമുറിക്ക് അപ്പുറത്തുള്ള ഭരണമൊന്നും വേണ്ട. മൂത്ത മകന്റെ അധികാരമല്ല, ഇനി ഈ വീടിന്റെ ഗൃഹനാഥന്റെ അധികാരമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? അനുസരിക്കാൻ ശീലിച്ചു തുടങ്ങിക്കോളൂ. അനുസരിക്കാൻ നിന്നെയോ? ആരാ നീ? നിനക്ക് ഒരു പഴയ കഥ പറഞ്ഞു തരട്ടേടാ ചക്ക. കേട്ടോ? കൊല്ലം കുറെ മുമ്പ് തത്തമംഗലത്തുള്ള ഒരു ജോനകനെയും മോനെയും ഞാൻ ഇരട്ടക്കുഴൽ തോക്കിന് ചുട്ടു. ഒളിവിപ്പോയി എന്നെ പിടികൂടി കേസന്വേഷിക്കാൻ വന്ന പറളിക്കാരൻ ഗോവിന്ദൻ നായരെന്ന ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു. പുള്ളിക്ക് പണം വേണ്ട, പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോന്ന്. ഏതോ പരദേശി സമ്മാനിച്ചു പോയ 3 മാസം തികഞ്ഞ ഗർഭവുമായിട്ട് വീട്ടിയിരിക്കുക മോള്. കൊലക്കേറിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുന്ന ഞാൻ സമ്മതം പറഞ്ഞു. അവളാ എന്റെ ഭാര്യ ഇന്ദ്രാണി. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നീയായിരുന്നു. ആ ഒത്തുകച്ചവടത്തിൽ എനിക്ക് കിട്ടിയ ബോണസ്. തെളിവെടുപ്പിന് വിളിപ്പിക്കണോ ഇന്ദ്രാണിയെ? ഗർഭമുണ്ടാക്കിയവന്റെ പേര് ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ചോദിച്ചറിയാം അച്ഛൻ ആരാണെന്ന്. എന്താടാ, വിളിക്കണോ? കരയണ്ട. പക്ഷഭേദം കാട്ടിയിട്ടില്ല ഞാൻ. സ്വന്തം കുട്ടികളെ പോലെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ഇതിപ്പോ നീയായിട്ട് പറയിപ്പിച്ചതല്ലേ? പോട്ടെ, സാരമില്ല. ഇതാരെങ്കിലും അറിഞ്ഞാൽ? പറയില്ല ഞാൻ. അറിഞ്ഞാൽ, നാരായണൻ അറിഞ്ഞാൽ പിന്നെ അതിലും വലിയ തോൽവി എനിക്കില്ല.
അറിയില്ല, അറിയിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, പഴയ മൂപ്പിൽ കുഞ്ഞമ്പു നായരുടെ വീര്യൻ ചോർന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു പോകൂ. അതുകൊണ്ട് അമ്മേ, അച്ഛൻ പോയി. അമ്മേ, അമ്മേ, ജഗദാ, എല്ലാവരും എവിടെ പോയി കിടക്കുന്നു? ഗിരി ചതിച്ചു. മരിക്കുമ്പോ ഗിരി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഓ സർ, എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. എന്തോ പറയാനാഞ്ഞപ്പോഴൊന്നും നെഞ്ചിലെ കടുപ്പോ ഒന്നും വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല. തോൽവികൾ അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമായിരുന്നല്ലോ. ഗിരി പറഞ്ഞതുപോലെ നാരായണ ഇത്തിരി ക്രൂരത കാട്ടിയെന്നു തോന്നുക. കൊന്നതാ കുട്ടികൃഷ്ണ, ഒരു തുള്ളി ചോര വീഴ്ത്താതെ അവൻ കൊന്നു. ഒരു മിത്രം നഷ്ടപ്പെടുമ്പോൾ മനസ്സിൽ വേദന നിറയുമെങ്കിൽ ഒരു ശത്രു ഇല്ലാതായി എന്നറിഞ്ഞപ്പോൾ ഒരുതരം ശൂന്യത. തനിക്കിത് എന്ത് പറ്റിയിടോ? ജന്മം തന്നയാളിന്റെ വിയോഗത്തിൽ ആലി എന്ന രാഘവ തനിക്ക് വേണമെങ്കിലൊന്ന് കരയാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. ആദ്യം പേടിയായിരുന്നു അയാളെ, പിന്നെ അത് വെറുപ്പായി മാറി. കോടതിയിൽ വെച്ച് എന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തോറ്റത് നമ്മളാണോ എന്ന് തോന്നി. അത് തന്റെ മനസ്സിന്റെ നന്മ. മരണം ചിലരെ മഹാന്മാരാക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 72 വർഷത്തിനിടെ മൂപ്പിൽ കുഞ്ഞമ്പു നായർ ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഏക സത്യം, അന്തസ്സുള്ള ഏക വർത്തമാനമായിരുന്നു ആ വെളിപ്പെടുത്തൽ. അതും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത നിസ്സഹായാവസ്ഥയിൽ. ഒരു തരത്തിൽ ഇതൊരു ലാഭമല്ലേ?